കല ആസ്വാദനമുള്ള ഒന്നാണ്. അതുപോലെ തന്നെ കലകളിൽ ഏറ്റവും രാജാവായിട്ടുള്ളത്, കലകളുടെ കുലപതി എന്നറിയപ്പെടുന്നത് പ്രസംഗകലയാണ്. അതുകൊണ്ട് തന്നെ ആ കലയ്ക്കും ആസ്വാദനമുണ്ട്. പ്രസംഗം ആസ്വദിക്കാൻ കഴിയണം, പ്രസംഗിക്കുന്നവനും കാണുന്നവർക്കും കേൾക്കുന്നവർക്കും. കാരണം പ്രസംഗം ഒരു ആസ്വാദന കലയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രസംഗം ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിക്കുക. നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രസംഗവും നമ്മുടെ പ്രസന്റേഷനും അത് കേൾവിക്കാർക്കും കാഴ്ചക്കാർക്കും ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രസംഗത്തിൽ ആസ്വാദനം വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ പ്രസംഗത്തിൽ ആത്മവിശ്വാസം, പ്രസന്റേഷനിൽ ആത്മവിശ്വാസം നേടിയിട്ടില്ല എന്നുള്ളതാണ്. ആത്മവിശ്വാസമുള്ള ഒരു പ്രസന്റർക്ക്, ആത്മവിശ്വാസമുള്ള ഒരു പ്രാസംഗികന്, ഒരു പ്രാസംഗികയ്ക്ക് അവരുടെ പ്രസന്റേഷൻ നന്നായി ആസ്വദിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ ആസ്വദിക്കുന്നത് പോലെ തന്നെയാണ് ശ്രോതാക്കളും അതിനെ ആസ്വദിക്കുക. ശ്രോതാക്കൾക്ക് നമ്മുടെ പ്രസന്റേഷൻ, നമ്മുടെ പ്രസംഗം ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ പ്രസന്റേഷൻ, നമ്മുടെ പ്രസംഗം നന്നായിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളൊരു ആത്മവിശ്വാസമുള്ള ഒരു പ്രാസംഗികനാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസംഗം ആസ്വദിക്കാൻ കഴിയണം. ഒരാൾ ആത്മവിശ്വാസമുള്ള പ്രാസംഗികനാകുന്ന കാലം എന്ന് പറയുന്നത് വിദൂരമല്ല. പരിശീലനത്തിലൂടെ അത് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഒരാൾക്ക് അയാളുടെ പ്രസന്റേഷൻ ആസ്വദിക്കാൻ കഴിയുന്ന കാലത്തോളം അയാൾ പരിശീലിച്ചു കൊണ്ടേയിരിക്കണം എന്നാണ് പറയാനുള്ളത്. നിങ്ങളുടെ പ്രസംഗം നിങ്ങൾക്കും ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.